ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മുടെ പ്രെഡിക്ഷൻ കിങ്, നമ്മുടെ ഒരു സറാമ ചിക്കനില്ലേ, അതിപ്പോൾ അറിയാണ്ട് നമ്മൾ പോലും അറിയാണ്ട് വൈറലായി കേട്ടോ, ഭയങ്കര. അപ്പോൾ ഓനെല്ലാവരും കൂടി 65 ആക്കും, അതുപോലെ പിന്നെ ചുട്ട് തിന്നും, കറി വെച്ച് തിന്നും എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായ കമൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ പ്രഡിക്റ്റ് ചെയ്തെല്ലാം തോക്കലാന്ന് പൊതുവേ. പക്ഷേ എന്താ പറയുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ വീഡിയോൻ്റെയും പ്രെഡിക്റ്റ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇതാ വരുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ കിടിലും പ്രൊട്ടക്ഷനാണ് കൊടുത്തിട്ടില്ല കേട്ടോ. നായ്ക്ക് പിന്നെ നമ്മുടെ മാംബോ ഉണ്ട്, അതുപോലെ അഗസ്റ്റേട്ടിന് തോക്കെല്ലാം പിടിച്ചിട്ട് സെക്യൂരിറ്റി വൻ പ്രൊട്ടക്ഷനാണ് നമ്മുടെ കോഴിക്ക്. അപ്പോൾ കോഴിനെ 65 ആക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നമ്മൾ സമ്മതിക്കൂലേ. നമ്മളെ മുത്താണ്, മുത്ത് എന്താ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ വീഡിയോ നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ കട്ട് ചെയ്യാണ്ട് ഫുൾ ഒറ്റ ടേക്ക് വീഡിയോ എടുക്കുക. എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കുറേ പ്രാവശ്യം എത്ര ടേക്ക് എടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തെല്ലാം സിംഗിൾ ടേക്കാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമിനെ പിന്നെ എന്താ പറയുക നിർത്തിക്കുന്ന അല്ലെങ്കിൽ എടുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ടീമിൻ്റെ ഫ്ലാഗും അതേപോലെ ഫുഡും വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതിലാണ് എടുക്കുന്നത് അതാണ് അങ്ങനെയെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇന്ന ടീം ജയിക്കും, ആ കഴിക്കുന്നത് ടീം ജയിക്കും എന്നുള്ള രീതിയിൽ. അത് എത്രത്തോളം ശരിയാകുന്നുണ്ടെന്നില്ല നമുക്ക് കണ്ടറിയാം. എന്തായാലും പോൾ നീരാടിയെല്ലാം മണ്ടേ ഭയങ്കര ഫേമസ് ആയതല്ലേ. അപ്പോൾ നമ്മളെ ജീവനെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിയാണ്. പക്ഷേ എന്താ പറയുക, ഒരു രക്ഷയിൽ അമ്മാതിരി കയറ്റ കയറി കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നായനെ കണ്ടിട്ട് ഇതാക്കാൻ നിൽക്കണ്ട, ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഏട്ടാ മാമ്പോ അവിടെ സിറ്റ് ഒന്ന് അടുക്ക ശരിക്കും ഗുഡ് ബൈ ആ. പോയിക്കോ കുട്ടി കയറിക്കാം, കേട്ട് പോയിക്കോ. അതെന്തെങ്കിലും ട്രീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാണ് കേട്ടോ. ഞാൻ ഒന്നും എടുത്തില്ല കയ്യിൽ. ചേട്ടാ സെറ്റല്ലേ, ഏത് നിമിഷവും പൊട്ടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതേ രീതിയിലാണ് നമ്മൾ പിന്നെ കോഴിക്ക് ഫുഡ് കൊടുക്കുന്നത്. 2 പാത്രത്തിലും സെയിം ഫുഡ് തന്നെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വലത്ത് ഭാഗത്തേക്ക് കോഴിക്ക് വലത്ത് ഭാഗത്തേക്ക് ചെറിയൊരു വലിവുണ്ടെന്ന് പറയുന്നുണ്ട്, അത് നമുക്കും തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വെക്കാം. അതുപോലെ 2 ദൂരെ വെക്കുന്നില്ല, പക്ഷേ നമ്മൾ അടുത്തടുത്ത് തന്നെ വെക്കാം. അപ്പോൾ ഏത് പാത്രത്തിൽ നിന്ന് വേണമെങ്കിൽ കൊത്തിക്കോട്ടെ. അല്ലെങ്കിൽ എന്താക്കുന്നതെന്നാൽ ആദ്യം തന്നെ ഒരു പാത്രത്തിൻ്റെ നേരെ പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ബാ അപ്പിയാന്ന് നമ്മളെ പിന്നെ ഫ്ലാഗും കാര്യങ്ങളും സെറ്റ് ചെയ്ത്. ഏത് കളിൻ്റെ നമ്മളിപ്പം മൊറോക്കോ ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കളിൻ്റെത് മൊറോക്കോ ഫ്രാൻസ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ച തന്നെ. അപ്പോൾ ഞാൻ എന്താക്കുന്ന പറയാം, അപ്പോൾ നമ്മൾ ദൂരെ അല്ലേ നോർമലി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വെക്കല്, അങ്ങനെ വെക്കുന്നില്ല, അടുത്തടുത്ത് തന്നെ വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ 2 ഫ്ലാഗിൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. വാടാ മുത്തേ കോഴിക്കുട്ടാ, ബാ ഇങ്ങനെ വെക്കാം, അതിന് പ്രശ്നമില്ലല്ലോ. നേരെ വന്നിട്ട് എടുത്തോട്ടെ, വാടാ. ആ ഡോഗിൻ്റെ അടുത്ത് കുറേ നേരം നിന്നിട്ട് ചെറിയൊരു ബേജാറ് വന്നോളും, കുഴപ്പമൊന്നുമില്ല. ഓനറിയാം. ആ നടത്തത്തിൻ്റെ സ്റ്റൈലെല്ലാം ഞാൻ കമൻറ്റിൽ പിന്നെ ഞെട്ടിയിട്ട് കാണിച്ചിട്ടുണ്ടാ, ഭയങ്കര നടത്തായിരുന്നു. ഇത് ആ സ്റ്റൈൽ എടുത്തിട്ട് കേട്ടോ. സാധാരണ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പിയിടലൊരു വീക്ക്നെസ്സാണ് കേട്ടോ. എന്ത് പരിപാടിക്ക് മുന്നേ അപ്പിയിടും. അപ്പോൾ ഫ്രാൻസിൻ്റെതും അതുപോലെ പിന്നെ വാടാ ബാബാ ഇതാ സ്റ്റൈല്, കാലെടുത്ത് വെക്കുന്ന സ്റ്റൈല്. ഫ്രാൻസിൻ്റെ അടുത്തേക്ക് തന്നെ ഒന്നല്ല. പോട്ടെ വരട്ടെ. ഭയങ്കര ആശങ്കയിലല്ല, മറ്റേ കോട്ടറായോണ്ടോന്നു കേട്ടോ. ഭയങ്കര അതാ 2ലേക്കും അങ്ങോട്ടും പോകുന്നുണ്ട്. കൺഫ്യൂഷനല്ല. ഇല്ല. ഓക്കെ സെറ്റ്. അങ്ങനെ പിന്നെ ഫ്രാൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടേ. ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഇതേപോലെയാണ് എല്ലാ ദിവസവും പ്രഡിക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കുറച്ചും കൂടി സ്പീഡിൽ വരണമെങ്കിലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് മൊറോക്കോ തോക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വേംസും കൂടി ഇട്ട് കൊടുക്കുക. വേംസ് കൊടുക്കുമ്പോൾ ഒന്ന് ആ ആവേശത്തിൽ ഓടി വരും. അവിടെ ഒന്ന് സ്പീഡായിട്ട് എടുത്തു, നമ്മൾ ഒറ്റ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡിലേ ആകണ്ട. ഫ്ലാഗ് തന്നെ, അടുത്ത ഫ്ലാഗ് ഉണ്ടോ? അപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് നോക്കാം. അടുത്ത ഫ്ലാഗ് ഉണ്ടോ? സ്പെയിനും ബെൽജിയമാണ് കേട്ടോ അടുത്ത.
അത് നമുക്ക് അടുത്തടുത്ത് തന്നെ വെക്കാം. ഇത് പിന്നെ ഞാൻ എന്താ പറയുക, ജയിക്കുന്ന ടീമിന് ഞാൻ സെലക്ട് ചെയ്യുന്നില്ലൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും നോക്കുന്നില്ല കേട്ടോ, അപ്പോൾ ഇടത്ത് വലത്തുനിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആഗസ്റ്റ് ചേട്ടൻ 2 എണ്ണം അപ്പുറം ഇപ്പുറം വെച്ചേ, എന്നിട്ട് ആ ഇതിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതിനെ എന്താ പറയുക, 2 എണ്ണം വെച്ചോ. ഓക്കെ, സെറ്റ്. അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്ന ടീമിനെ നമ്മൾ മറ്റേ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ആക്കുന്നുണ്ടോ എന്നുള്ളൊരു വർത്താനൊക്കെ ഉണ്ടാവും. ഒന്നും വേണ്ട. ഓക്കെ, ബാടമുത്തേ ബാ. അത് പിന്നെ വേംസ് എടുക്കാൻ പോയിട്ടുണ്ടോ? ഏച്ചി, പ്രേമേച്ചി ഒന്ന് വേംസ് വേണം, വേംസ്. വേണ്ട വരുന്നുണ്ട്. ഓക്കെ, അതാ പിന്നെയും അടുത്ത ഭാഗത്തേക്ക് തന്നെ വരുമോ? ഞാൻ വലത്ത് ഭാഗത്തേക്കാ ചായ്വ്. ഇല്ല, അപ്പുറത്തേക്കാ പോകുന്നേ. എൻ്റെ മോനെ ഏതാന്ന്? ഓട്ടറാ, കൊത്തിടേനെ കൊന്ന്. എൻ്റെ മോനെ ഇത് മുഴുവനെ നിർത്തല്ലേന്ന്. ആര് അടുത്തോട്ടേക്ക് തന്നെ ഇല്ലേ, കൊത്തിയില്ലേ? എടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എഗ്ഗാന്ന് വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കൊടിൻ്റെ ഇത് മറന്നു വീടാ, ബെൽജിയം. എല്ലാം ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മളെല്ലാ സാധനവും കാണും. ബെൽജിയം ജയിക്കുമെന്നാണ് കോഴി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നോർവേ ഇംഗ്ലണ്ടും അടുത്ത. നമ്മളെ വേംസ് എത്തിയിട്ടില്ലേ? വേംസടെ അപ്പോൾ രണ്ടും അടുത്ത ഭാഗത്താണ് എടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടത്തും വലത്തും നമ്മൾ നോക്കുന്നൊന്നുമില്ലേ. മോളെ ഇങ്ങ് വാ, ഇങ്ങോട്ട്. വേണ്ട, അല്ലെങ്കിൽ ഏച്ചി വാ. ഏച്ചി അല്ലട്ടാ, നമ്മളെക്കാൾ ചെറുതാണ്. പിന്നെ ഏച്ചിന്ന് വിളിച്ചാന്ന് കേട്ടാ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും 2 എണ്ണം ഫ്ലാഗ് അപ്പുറം ഇപ്പുറം വെച്ചാൽ മതി. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ല അപ്പുറം ഇപ്പുറം വെച്ചോ. ഓക്കെ, മതി. ഇത് നമ്മളെ ഇവിടുത്തെ പുതിയ സ്റ്റാഫാണ് കേട്ടോ, ഞാൻ പേര് മറന്നുപോയി. അനീഷ. ഓക്കെ, അനീഷ. ഏത് ബാക്കിലാ? അങ്ങനെ കൊടി മുന്നിലാ? അങ്ങനെ അതല്ലെങ്കിലും മനസ്സിലാവുന്നില്ലേ, നമ്മളങ്ങനെ തന്നെയല്ലേ വെക്കുന്നത്. വേംസ് എവിടെ? അയ്യോ, വേംസ് വന്നിട്ടില്ലല്ലോ. ഓക്കെ, വാടാ മുത്തേ, ബാ എടുക്ക്. അതിന് മൂട് പോയേ. സംഭവം നല്ല കിടിലും വേംസും കാര്യങ്ങളെല്ലാം കിട്ടുന്നിടത്തുനിന്ന് അതില്ലാണ്ടാക്കിയില്ലേ. ഇപ്രാവശ്യം ഇംഗ്ലണ്ട് തന്നെ അല്ല, അപ്പുറം കൊത്തോ? ആടാ മുത്തേ, പിന്നെ ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോയത് കേട്ടാ. ഓക്കെ, അയ്യോ വേംസ് ഇല്ലേ? ഉണ്ട്, ഒന്ന് അരിനോട് പറഞ്ഞ് എടുത്തു തരും. പിന്നെ അപ്പോൾ ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിനെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. മതി. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ അടുത്ത മത്സരം കൂടി അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും. ബാ. ഈ 2 കൊടി 2 ഭാഗത്ത് വെക്കണേ. ഓക്കെ, അതെ, ഇപ്രാവശ്യം അർജൻറ്റീന ഇപ്പുറം വെച്ചതേ. ഓക്കെ, മതി, സെറ്റ്. അപ്പോൾ അർജൻറ്റീനയും ഓക്കെ. വാടാ, അവനറിയാം ഇപ്പോൾ, കറക്റ്റ് അറിയാം. ഇത് നോക്കിയേ. ഇവൻ സംഭവം നോക്കി മറ്റേ അർജൻറ്റീന തന്നെ പോയി കൊത്തി. ഇത് സംഭവം കോഴിക്കറിയാട്ടാ. കൊത്തിയില്ലേ? കൊത്തടാ. കൈമുട്ടീനല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ. അത് സംഭവിച്ചേ. പോട്ടെ, സാറില്ല. എടുക്ക്. വാ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമല്ല പോകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ 2 ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ കൊടിപ്പുറം വെച്ചാൽ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ട് കൊത്തി. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചത്തെ മത്സരമല്ലോ ആയില്ലേ? അപ്പോൾ ഈ ആഴ്ചത്തെ മത്സരം കംപ്ലീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട്, സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ, നമുക്ക് ഒരു
പിന്നെ എന്താ പറയുക വേംസ് ഉണ്ട്, നമുക്ക് അത് കൊടുക്കുന്ന എന്നിട്ട് കഴിച്ചോ. ഓ അതാകുമ്പോൾ ഭയങ്കര ആവശ്യം, അത് തിന്നാനാണ് സാധാരണ വരുന്നത്. അതുപോലെ ഇതെല്ലാം എപ്പം നമ്മൾ മുയൽ കണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, ഡെയിലി എപ്പം പിന്നെ എന്താ പറയുക നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിന്നെ പ്രഡിക്ഷൻ കിങ്ങിനെ ഒന്നും ചെയ്യാൻ, പ്രഡിക്ഷൻ കിങ്ങിൻ്റെ ആദ്യത്തെ 5 ഇതെല്ലാം തമാശാക്കിയിട്ട് എടുക്കണേ സംഭവം. ചില കമൻറ്റ് കാണുമ്പോണ്ടല്ലോ നമ്മളെ എൻ്റെ ഉമ്മാമാൻ്റെ ഉമ്മാക്ക് വരെ അതിൻ്റെ ഒത്ത് തെറി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമില്ല, ഇതൊരു ഫണ്ണാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക സ്വാമി പ്രവചിക്കുന്നു, പിന്നെന്താ പറയുക എൻ്റെ മന്ത്രവാദി പ്രവചിക്കുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളും അതേപോലെ ഒരു തമാശക്ക് മാത്രം ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ സീരിയസ് ആയിട്ടൊന്നും ആരും കാണണ്ട. ഇത് മത്സരിക്കുന്ന എന്താ പറയുക ആദ്യത്തെ 5 മത്സരത്തിൽ 4 പൊട്ട കഴിഞ്ഞു അല്ലേ, നേരെ ഓപ്പോസിറ്റ് കഴിഞ്ഞു. പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, കോഴി പ്രവചിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരാമെന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അഗസ്റ്റേട്ടാ പിന്നെ മറ്റേ കോഴിക്കൊരു പുറവ് കേൾക്കാൻ പറ്റില്ല കേട്ടാ, സെറ്റ്. അയ്യവാ, ഇത് നമ്മുടെ പ്രേമേച്ചിൻ്റെ മേത്ത് തന്നെ കേട്ടാ ഫുൾ ടൈം നമ്മുടെ. അതാ ഭയങ്കര കടിക്കുന്നല്ലേ, നല്ല കടിയുണ്ട് കേട്ടാ. കടിച്ചോ, എന്നെ കടിക്കൂലേ, എന്നെ കടിക്കൂലേ. പക്ഷെ പൂടിൽ ബ്ലാക്ക് ഒരു രസം തന്നെ അല്ലേ. കടിക്കുന്നുണ്ടാ, നല്ല മൂർച്ചുണ്ട് പല്ലി. ഇപ്പം നല്ല ഓടി കളിക്കുന്നതിന് നല്ല രസം. അതേപോലെ നമ്മുടെ പൂച്ചൻ്റെ കുട്ടിനെ കാണിച്ചിട്ടുണ്ടേ, പൂച്ചൻ്റെ 4 കുട്ടിയും കണ്ണലും തുറന്നിട്ടുണ്ട്. ഇവൻ അത്യാവശ്യം കുറച്ച് വളർന്നല്ലേ. പ്രേമിച്ച് വിളിച്ചാൽ നോക്കട്ടെ, ഉണ്ടാ പ്രേമിച്ചിട്ടുണ്ട്. ബെറി ബെറി ബേബി അടിക്കുക നോക്കട്ടെ ആരടുത്തേക്ക് വരുത്തുന്നു. ആ പ്രേമിച്ചിൻ്റെ അടുത്തേക്ക്. പ്രേമിച്ച് ഇതിനെ നിലത്ത് വെക്കല്ലേ, എപ്പോൾ കയ്യിലെടുത്തിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാം ഉണ്ടാവും ഈ തോളത്ത് ഇനിയും എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ ആ സ്നേഹം എന്തായാലും കാണിക്കും. എന്നാലും ഒന്ന് നിലത്തിറക്കാൻ നോക്കട്ടെ. ബെറി ബെറി കം ബെറി ഉണ്ടാ ഏതാ വരുന്നില്ല. അത് പ്രേമിച്ചെന്നെ അതിൻ്റെ അമ്മ. പ്രേമിച്ചെന്ന് വിളിച്ചേ. ഇങ്ങനെ എപ്പോൾ ഫുൾ ടൈം പിന്നെ പ്രേമേച്ചൻ്റെ മേലെ തന്നെ ഉള്ളത്. അതേപോലെ നമുക്ക് പിന്നെ നമ്മുടെ പൂച്ചൻ്റെ മക്കളൊക്കെ ഉണ്ടേ. ബാ ഹായ്, നല്ലതെന്ന് എവിടുന്ന് ചെറുതെന്നാ. ഓക്കെ, നമ്മുടെ വീഡിയോ എടുക്കുന്ന ദിവസം കേട്ടാ, വീഡിയോയിൽ നിങ്ങളെ കാണാം. ഒരായി പറഞ്ഞു. എന്താ പേര്? രതീഷ് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അരാപ്പൈമേനൊക്കെ ഉണ്ടോ. അരാപ്പൈമേൽ അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ട്. നല്ല സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ഫുഡ് എടുക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെള്ളത്തിന് നല്ല തണുപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുഡ് എടുക്കൽ നോർമലി എടുക്കുന്ന അളവിനേക്കാളും ഏകദേശം പകുതിയായി ഇപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ പെരിസ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും ഫീഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു ശരിയായ സ്ട്രൈക്ക് കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര അടിയില്ലേ, അത് കറക്റ്റ് കിട്ടുന്നില്ല, കുറച്ച് കുറവേ വരുന്നുള്ളൂ. അതുപോലെ നമ്മുടെ പ്ലാറ്റിനം കാറും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സൈസെല്ലാം കയറി ഹെവി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെറിയൊരു സങ്കടം പറയാനില്ലെന്നാണോ, നമ്മളെ അരവണ പെട്ടെന്ന് ചത്തുപോയി കേട്ടോ. അരവണ രാത്രി ഫിൽറ്റർ ഓഫായി പോയിട്ടുണ്ടായിന്. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ രാവിലെ നോക്കുമ്പോഴേക്ക് അരവണ ചത്ത് കിടക്കണം. അതൊരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമായിപ്പോയി. അപ്പോൾ എന്താ പറയുക, അവർ വല്ലാണ്ട് എല്ലാവർക്കും നല്ല സൈസായിന് കേട്ടോ, ഹെവി ആയിന്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി, നമ്മുടെ പെരിസ്റ്റേഷൻ ടീമിന് മൊത്തം. കാരണം എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക ആക്സിഡൻ്റലി മരിച്ചു പോകുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അത് പ്രായമായിട്ട് ഒന്നുമില്ല, നല്ല ഹെൽത്തി ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നോർമലി അങ്ങനെ ഒരു രാത്രി ഫിൽറ്റർ ഓഫായി പോയാലൊന്നും അങ്ങനെ ചാവേണ്ടതായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. അന്ന് ഫിൽറ്റർ എന്തായാലും ഓഫാണ്. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ അകത്തേക്ക് ഒരു മറ്റേ ഇത് കയറിയിട്ടുണ്ടായത്, മത്തി കയറിയിട്ട്. അപ്പോൾ അതിൻ്റെ അമോണിയ ആയിട്ടും ഉണ്ടാവും, അതായിരിക്കും സംഭവിച്ചത്. ബാ എന്നെ കയറിയ കണ്ണു തുറന്നിട്ടുണ്ട്. എന്തായാലും ടോർച്ചടിക്കുക, അല്ലെങ്കിൽ കാണൂല. എന്താ കുട്ടികളെല്ലാം ഹെൽത്തിയാണ്. 4 കുട്ടികളുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ആരെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ കുട്ടികളെ പിന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കാം വലുതാകുമ്പോൾ.
ഇവിടെ വളർത്താൻ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയുക, ഇത് പുറത്തേക്ക് എടുക്കുന്ന ഹാപ്പി, പുറത്തേക്ക് എടുത്തോ കാണിക്കാല. എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിന്. പൂച്ചക്കുട്ടിനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ആ ചെറിയ കുട്ടികൾ വരുന്നുണ്ട്, ഒരു കയ്യിൽ നല്ല കൊടുക്കല. നമ്മുടെ പ്രഡിക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് എല്ലാ വീഡിയോ എടുത്തിട്ടോ. അതിന് മുന്നേ നമ്മൾ കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടീമിൻ്റെ അടുത്തേക്ക് വെക്കുന്നത് വരെ, അല്ലെങ്കിൽ കുറേ ടേക്ക് എടുത്തിട്ട് അത് ചെയ്യുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാം ഒറ്റ ടേക്കിലെടുത്ത വീഡിയോ ആണ് ഇതുവരെ വന്ന് കംപ്ലീറ്റ്. 4 കുട്ടികളുണ്ട് കേട്ടോ. ഏതാ കളറല്ലേ, അത് വൈറ്റ് അല്ലാത്ത രണ്ടും നല്ല രസമുണ്ട്. 2 വൈറ്റ് ഉണ്ട്. തൊടുന്നോ? അയ്യോ ഇഷ്ടനാ, ഇഷ്ടനാ. മോളെ പേരെന്താ? അരോഷി, ഐഷ, ഐഷാനി. ഓക്കെ, വേണോ? ആ എടുത്തോ. അത് അമ്മ വന്നിട്ടാ, നമ്മൾ കുട്ടീനെ എടുക്കുമ്പോൾ അപ്പം വന്ന്. പിന്നെ അതേപോലെ നമ്മൾ പുറത്തെടുത്താലുണ്ടല്ലോ ഓൻ തന്നെ എടുത്തുകൊണ്ട് പോകും. അയ്യോ താഴെടല്ലോ മോളെ. അവനെടുത്തോളൂ, അവനെടുത്തുകൊണ്ടേക്കും. വാ. ഇപ്പം പൊങ്ങുന്നില്ല, അത്യാവശ്യം വെയിറ്റ് ആയില്ലേ, എന്നാലും എടുക്കൂ. ഇങ്ങനെ കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടേക്കും. എടുത്തോടെ, ഇതെല്ലാം എൻ്റെ കയ്യിലാണ്, നീ പഠിക്കണ്ട. ആ അവനെ മാത്രം എടുത്തുകൊണ്ടിരട്ടെ. അപ്പം ഈ ഉള്ളിൽ വെച്ചടാ, ഞാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ആ ആ ഓക്കെ. അതണ്ട ചാടി അതിൻ്റെ മേലെ കൂടി പോയിട്ടാന്ന് പോകട്ടാ. ഇതേ ഓക്കെ സെറ്റ്. ഇനിയിലേക്ക് കൂടി എടുത്തു. ഇനിപ്പുറത്തേ കാണിച്ചോ, ഇനിപ്പുറത്തേ കാണിച്ചോ. അങ്ങനെ മേലിൽ കയറി കറക്റ്റ് ബാക്കിയുള്ള കുട്ടികളെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചേ മിത്ര, ഒന്ന് അങ്ങോട്ട് പോയിട്ട് കാണിച്ചേ. അത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ അവിടെ പോയിട്ട് മെല്ലെ തൊടുമ്പോൾ വെള്ളം ഡ്രോപ്പായിട്ട് കിട്ടും. ആ ആ അതേതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചുതരാം. ഇവിടെ പോയിട്ട് ഇങ്ങനെ മുട്ടുമ്പോൾ വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ അവർ അങ്ങനെ ആ പഠിച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ പെട്ട സൗണ്ട് മാത്രം കേട്ടിട്ടുണ്ട് അവിടെ. അത് നമ്മളെ ഡ്രിങ്കറിൻ്റെ സിസ്റ്റം ഒന്ന് ഒരു പിന്നെ വിസിറ്റർ വന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്താട്ടോ. ഓക്കെ, അതെല്ലാ കൂട്ടിലും ഇതേപോലെയല്ലേ ഡ്രിങ്കർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ചു കൊടുത്താണ് കേട്ടോ. അതുപോലെ പിന്നെ നമ്മുടെ റക്കൂണിയും കൂടി ഒന്ന് കാണിക്കാം ബാബാ. റക്കൂൺ അത്യാവശ്യം നല്ല കടിയനായിട്ടുണ്ടേ, വലുതാകുന്നിടത്തോളം കടി ഭയങ്കര കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ അനാക്കോണ്ടൻ്റെ കേജിലാണ്, എൻക്ലോസറിലാണ് നമ്മൾ റക്കൂണിന് ഇട്ടിട്ടുള്ളത്. അനാക്കോണ്ട ഇപ്പോൾ ഇല്ല കേട്ടോ ഇവിടെ. ഇവിടെ മുത്തേ എൻ്റെ മോനെ എന്താ ഓടി വരുത്ത്. ഓ ഓ ഓ കടി 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 എന്താ കോയാ ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടോ? അതെണ്ടാ അങ്ങനെയുണ്ട്. ഇപ്പോൾ സൈസായില്ലേ, കുട്ടപ്പനായില്ലേ. ഇപ്പോൾ ഷർട്ട് ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവൻ എൻ്റെ തോളത്തെ ഇരിക്കുക കേട്ടോ. തോളത്തിരുന്ന് ചെവിയടിക്കുക എന്ന് പറയുന്ന മെയിൻ പരിപാടിയാണ് നമ്മുടെ റക്കൂണിൻ്റെ. റോക്കറ്റ് റോക്കറ്റ് ബേബി, റോക്കറ്റ് ബേബി നല്ല രസമാണ് ഓടി കളിക്കുന്നതാണ്. ആ എല്ലായിടത്തും കയറും കേട്ടോ. ആ ഇവൻ്റെ വളർച്ച എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റും അല്ലേ. ആ ആ ആ സപ്പോർട്ട് കൊടുക്കാം, നിലത്ത് കൊണ്ട് പണിയാണ്ട. ഇപ്പോൾ ഈ കൂട് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇവനിക്ക് പിടിച്ച് കയറാൻ അത്യാവശ്യം പഠിച്ചട്ടാ. ആ ഈ വളഞ്ഞ് കടിക്കാൻ ആൾ സൂപ്പറാണേ. നല്ല വേദനയുണ്ട്, അത്യാവശ്യം നല്ല വേദനയുണ്ട് കേട്ടാ. ഹേയ് ബേബി, ഹേയ് ബേബി, റോക്കറ്റ് ബേബി, റോക്കറ്റ് ബേബി. ഇപ്പോൾ പാലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഫുഡ് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ കൂടിയേ. അതിങ്ങനെ അള്ളി പിടിക്കുന്നുണ്ടോ ഇങ്ങനെ കൈ കൊണ്ട്, രസമാണ്. ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക ചിലപ്പോൾ. ആ ആ വീട്ടെ 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 ആ വീട്ടെ 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 ആ കേട്ടാ. അയ്യോടാ റോക്കറ്റ് ബേബി.
അങ്ങനെയുണ്ട് ഇഷ്ടമായി എല്ലാവർക്കും. റോക്കറ്റിനെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും റീച്ച് കുറവ് കേട്ടോ. റീച്ച് കുറഞ്ഞൊരു ജീവിയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഒരു റീച്ചും ഉണ്ടാവില്ല. നമ്മളെ പോത്തിനെല്ലാം കാണിച്ച അപ്പം റീച്ച് ആണ്. പിടിച്ചിരിക്കുന്നുണ്ട് ഇതേമാതിരി നിൽക്കും. നോക്കട്ടെ, പിടിച്ചേ ആ പിടി ആ ഓക്കെ. അവിടെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവില്ല. 20 മിനിറ്റ് മതി അല്ലേ? സാധാരണ അരമണിക്കൂറാക്കും 1 മണിക്കൂറാക്കുന്നതിൽ കടിക്കലടാ. അരമണിക്കൂറാക്കും 1 മണിക്കൂറാക്കുന്നതിൽ പറയും, പക്ഷെ ബോറാവൂലേ? അത് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? വേറെന്തോ കാണിക്കാനുണ്ടോ? വേറെന്തോ പറഞ്ഞതുണ്ടോ ടീച്ചറെ? നമ്മൾ മെയിനായിട്ട് ഇന്ന് പ്രഡിക്ഷൻ തന്നെയല്ലേ പറഞ്ഞേ? ഓക്കെ. ആ ശരിക്കും പുറത്തേക്ക് ഇറങ്ങിയല്ലേ? അടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ എന്താ പ്രശ്നം എന്ന് പറയാം, എങ്ങനെ മേലേക്കെല്ലാം കയറിപ്പോവും. പിന്നെ പിടിക്കാൻ ഭയങ്കര പണിയാണ്. പിന്നെ എല്ലാവർക്കും പിടിക്കാനില്ല കേട്ടോ. നല്ല കടി അടിക്കും. ആളെ നന്നായിട്ട് എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും പിടിക്കാനില്ല. നമുക്ക് 2-3 ആൾക്ക് അതിനെ പിടിക്കാൻ കഴിയും. ബാക്കിയുള്ള ആളെ ഈ പറഞ്ഞ പോലത്തെ കടിയല്ല, നല്ല ഹെവി ആയിട്ട് കടിക്കും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ കോൾട്ടക്ക് മുട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചോ. കോൾട്ടക്ക് ഇതാ അടുത്ത ബ്രീഡിങ്ങിനുള്ള സെറ്റപ്പെല്ലാം ആയിട്ടുണ്ട്. എത്ര മുട്ടുണ്ടെന്ന് എടുത്ത് നോക്കണ്ടല്ലേ? എന്തായാലും അവിടെ നിന്നോട്ടെ, അവിടെ ഇരിക്കുന്നല്ലേ. അയ്യവ അതാ ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആടാ ഇത് 2 ഫീമെയിലാണെന്ന് സംശയം ഉണ്ടല്ലോ. ജസ്റ്റ് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്ന് നോക്കാം മുട്ട എടുത്തിട്ട്. ഓക്കെ, അത് മെയിൽ തന്നെ ആയിരിക്കും. പിന്നെ വാലിൻ്റെ അറ്റം പൊട്ടിപ്പോയതാണ്. ഓക്കെ, ട്രാക്ക് തണ്ട ഇവിടെ വരുന്നവർക്ക് നല്ല ഓടിച്ചാടി കളിക്കാനുള്ളൊരു ഇത് കാണുന്ന ജീവി തന്നെ ഫസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള ജീവി തന്നെ അല്ലേ? ഫുൾ ടൈം ഉറക്കൊന്നുമില്ല. അതുപോലെ 1-2 കമ്പുകളും കാര്യങ്ങളും വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അനാക്കോണ്ടിനെ തന്നെ ഇങ്ങോട്ടേക്ക് ആക്കും. അതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. റക്കൂണ്ട് നല്ലൊരു കേജ് നമ്മളിവിടെ ഇടയിൽ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. അപ്പോൾ പിന്നെ ഇന്ന് ഷർട്ടിലാണ് വന്നല്ലേ? നല്ലതന്നെ ശരിക്കും. ആ ഓക്കെ. ബാക്കി നമ്മളെ കമൻസിൽ പറയുമല്ലേ? നമ്മൾ നോർമലി നമ്മുടെ ടീഷർട്ടും നമ്മുടെ സാധാരണ സ്റ്റൈലുണ്ടായാലും ഇന്ന് പിന്നെ അങ്ങനെ കണ്ടപ്പോൾ ഏതായാലും നമ്മൾ പ്രഡിക്ഷൻ വീഡിയോ കൊണ്ട് നമ്മൾ ആപ്പി എടുക്കാൻ പോകുന്നു. അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണിച്ചേക്കാൻ എന്നിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. അതുണ്ട് നമ്മളെ മെസ്സി പൊട്ടി വീണിട്ടുണ്ട്. മെസ്സി മിഞ്ഞാത്ത കിടിലം കാറ്റിൽ പിന്നെ ഒടിഞ്ഞു പോയി. ഓക്കെ, അതിന് ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ബൈ. പിന്നൊരു കാര്യം കൂടി, നമ്മുടെ പിന്നെ മെസ്സിൻ്റെ ജേഴ്സി ഇട്ടിട്ട് ആപ്പി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിന്. ആ ഫോട്ടോ ഇട്ടതിന് ശേഷം ഒറ്റ ദിവസം കൊണ്ട് 800 ഫോളോവേഴ്സ് എന്നിട്ട് പോയി കേട്ടോ. നമ്മൾ മെസ്സിൻ്റെ ടീമാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള ഫാൻസാന്ന് തോന്നുന്നു, നമുക്ക് അൺഫോളോ അടിച്ചിട്ട് പോയി. പോട്ടെ, നമ്മളങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാ ടീമിനെയും നമുക്ക് ഇഷ്ടമാണ്, എല്ലാവരും കൂടി നമ്മളുണ്ട്. ഓക്കെ, ബൈ.